സഭാ നേതാക്കളെ കാണാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് സിറോ മലബാർ സഭ ആസ്ഥാനം സന്ദർശിക്കും. കിരൺ റിജിജു ഇന്ന് രാത്രി 7 മണിക്ക് കൊച്ചിയിലെത്തുകയും ചെയ്യും. കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്യ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സജോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വളരെ സജീവമായ ചില നീക്കങ്ങൾ, ചില കൂടിക്കാഴ്ചകൾ, വോട്ടുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ, അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായത് ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ കേരളത്തിലെ സഭകൾക്കിടയിൽ ഒരു ഭിന്നതയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് നേരിയ തോതിൽ തിരിച്ചറിയുന്നുണ്ടോ? എന്താണ് BJP കേന്ദ്ര നേതൃത്വവും സഭാ മേധാവികളുമായുള്ള സന്ദർശനത്തിന് പിന്നിലുള്ളത്? മാധു, കേരളത്തെ ഒരു സ്പെഷ്യൽ കേസായി തന്നെ പരിഗണിച്ചൊരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന നിലയ്ക്കുള്ള പദ്ധതി തന്നെ സംസ്ഥാനത്തെ BJP നേതൃത്വം നടപ്പാക്കിയതാണ്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അത് കാര്യമായി ഫലം ചെയ്തില്ല എന്ന വിലയിരുത്തൽ സംസ്ഥാനത്തെ BJP നേതാക്കൾക്കുണ്ടായിരുന്നു. അതിന് പിന്നാലെ ആ ക്രിസ്ത്യൻ ഔട്ട്റീച്ചുമായി കാര്യമായി പിന്നീട് നേതൃത്വം മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ചില പ്രധാനപ്പെട്ട സീറ്റുകളിലടക്കം മികച്ച മത്സരം പുറത്തെടുക്കാൻ, അതായത് ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലങ്ങളിലടക്കം സംസ്ഥാന നേതാക്കൾ തന്നെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുകയടക്കം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പാലാ സീറ്റടക്കം. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു പുതിയ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നീക്കം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായി മനസ്സിലാക്കുന്നത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കൂടിയാണ് കിരൺ റിജിജു. അദ്ദേഹം ഇന്ന് വൈകിട്ട് 7-ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. തുടർന്ന് അദ്ദേഹം താമസിക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ തന്നെയുള്ള താജ് ഹോട്ടലിലാണ്. അങ്ങോട്ടേക്ക് കൂടിക്കാഴ്ചയ്ക്കായി എത്താൻ വിവിധ ക്രൈസ്തവ സഭാ നേതാക്കൾക്ക് ഇതിനകം ക്ഷണമുണ്ട് എന്നതാണ് ശ്രദ്ധയോടുകൂടി കാണേണ്ടത്. ആരെല്ലാം പങ്കെടുക്കും എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. അതിന് പിന്നാലെ നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കാക്കനാട് മൗണ്ട് സെന്റ് തോമസ്, സിറോ മലബാർ സഭയുടെ ആസ്ഥാനമാണ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസ്. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെത്തി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തും കേന്ദ്രമന്ത്രി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സഭാ ആസ്ഥാനം അദ്ദേഹം അങ്ങോട്ട് പോയി സന്ദർശിക്കുന്നു എന്നത് അതിൽ കൃത്യമായ രാഷ്ട്രീയ വായന ഉറപ്പായും ഉണ്ടാകും. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് സംസ്ഥാന BJP നേതൃത്വം സഭാ നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയും അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുകയുമായിരുന്നു എന്നതാണ് ഇതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ നേരത്തെ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സജീവമായി പുരോഗമിക്കുന്നതിനിടെ ഉത്തരേന്ത്യയിലടക്കമുണ്ടായ വിവിധ സംഭവ വികാസങ്ങൾ, മലയാളി കന്യാസ്ത്രീമാരും വൈദികരും അടക്കം ആക്രമണത്തിന് ഇരകളാകുന്ന നിരവധി സംഭവങ്ങളുണ്ടായി. തുടർന്ന് വലിയ പ്രതിഷേധമടക്കം കേരളത്തിൽ കണ്ടതാണ് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസാക്കിയതിന് തൊട്ടു പിന്നാലെ മുനമ്പത്ത് BJP സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇതിനു മുൻപ് അദ്ദേഹം കേരളത്തിൽ എത്തുകയും ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ മുൻകാല പ്രാബല്യമില്ല എന്ന പരാമർശമടക്കം പിന്നീട് വലിയ തോതിൽ ചർച്ചയായതുമാണ് എന്നത് നാം കണ്ടതാണ്. ആ മുനമ്പത്തെ പ്രശ്നം സംബന്ധിച്ച് അന്ന് BJP എടുത്ത നിലപാട്, മുനമ്പത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം വലിയ തോതിൽ ചർച്ചയായതാണ്. അതിനുശേഷം അതും ഒരർത്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന നിലയ്ക്ക് തന്നെ BJP കണ്ടതാണ് എന്നതാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് പല ചർച്ചകളും ഉണ്ടായി. മുൻകാല പ്രാബല്യമില്ലാത്തതുകൊണ്ട് തന്നെ മുനമ്പത്തിന് അത് ഗുണം ചെയ്യുമോ എന്നതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ ചർച്ചകൾ, വിവാദങ്ങൾ, അവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് പിന്നാലെ വലിയ തോതിൽ രൂപപ്പെടുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടിയും അദ്ദേഹം എത്തുന്നു. പ്രധാനപ്പെട്ട ചില പരിപാടികൾ ഉണ്ട് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായി അദ്ദേഹത്തിന് നിശ്ചയിച്ചിരിക്കുന്നത് വിവിധ ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും സിറോ മലബാർ സഭാസ്ഥാനവും സന്ദർശിക്കുന്നതാണ് എന്നത് വളരെ പ്രധാനമാണ്. എത്തുകയാണ്, സംസ്ഥാനത്ത് സഭാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ സന്ദർശനം എന്നത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്.